നിങ്ങൾ ആ കലണ്ടർ നോക്കിക്കേ. ദീപാവലി കഴിഞ്ഞോ? എന്നാ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട്. ദാണ്ട ഇന്ന് രാത്രിയാണ് ബാക്കി. മഴ എത്തിയതൊന്നും ചീറ്റിപ്പോയതൊന്നും ഇനി ആരും പറയണ്ട. പടക്കമൊന്നും തണുത്തു പോയിട്ടില്ല. ഇന്ന് രാത്രി അപ്പാനെയും ബിൻസിയോടെ നന്നായിട്ട് കൂട്ടത്തിലിട്ട് കത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുമോളെ ഇത്രയും ഇവർ ഈ പുറത്തൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അകത്ത് കയറി ഇത്രയും പൊട്ടിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്താണ് ആ ഒരു പ്രൊമോയിൽ കണ്ടതെന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സംഭവം എന്ന് വെച്ചാൽ അപ്പാനെയും ബിൻസിയും തമ്മിൽ ചേർത്തു പറഞ്ഞ ഒരു കാര്യം ബിൻസിക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് പുറത്തു വന്നു. അപ്പാനി പുറത്തിറങ്ങിയതിനു ശേഷവും ബിൻസിയും അപ്പാനിയും തമ്മിൽ എങ്ങും ഒരു പബ്ലിക് ഒരിടത്തും പോയിട്ടുള്ളതായിട്ട് നമ്മളും കണ്ടിട്ടില്ല. ഇത് അനുമോളാണ് ഇങ്ങനൊരു റൂമർ അകത്ത് പറഞ്ഞത് ഉണ്ടാക്കിയത് എന്ന രീതിയിലാണ് ഇപ്പൊ ബിൻസിയും അപ്പാനിയും സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ അവർ തമ്മിൽ അടുത്തടുത്തിരുന്ന് കൈ ഇങ്ങനെ കൊടുക്കുന്നു. പിന്നെ ഇച്ചായ എന്ന് വിളിച്ചുള്ള സംസാരമൊക്കെ വന്നപ്പോ ഓൾറെഡി പുറത്ത് ഒരു റൂമറും പുറത്തൊരു നെഗറ്റീവും അല്ലെങ്കിൽ ഒരു ഗോസിപ്പും വന്നു കഴിഞ്ഞിരുന്നു. പുറത്ത് ഓൾറെഡി വന്നതിന് ശേഷം പക്ഷെ ഇതൊന്നും അകത്തിരിക്കുന്നവർ അറിയുന്നില്ല. അനുമോൾ ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ പോയാൽ ഇതൊക്കെ പുറത്ത് ആൾക്കാർ കാണുമ്പോൾ എന്ത് പറയും. അത് അനുമോളുടെ സദാചാര സർട്ടിഫിക്കറ്റ് ഓൾറെഡി അനുമോൾ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചേക്കുകയാണ്. അപ്പൊ അനുമോൾ അത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം അപ്പാനിയും അക്ബറുമായിട്ട് ഒരു വലിയ വഴക്കുണ്ടായ ദിവസം, ഈ ബിൻസി എവിക്റ്റ് ആയ ദിവസം ബിൻസിയുടെ പേര് പറഞ്ഞ്, അതായത് നിങ്ങൾ കാരണമാണ് ഇവിടുന്ന് ഒരു പെൺകൊച്ചു പുറത്തു പോകേണ്ടി വന്നത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം അത് പുറത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അത് ഏറ്റുപിടിച്ച് കുറെ അധികം കമന്റ്സുകളും കുറെ വീഡിയോകളും വന്നതോടുകൂടി ബിൻസി എവിക്റ്റ് ആയത് അപ്പാനിയുമായിട്ട് ഇങ്ങനെ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് എന്ന് വന്നു. അപ്പൊ അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി തന്നെയാണ് ബിൻസി തിരിച്ചു വന്നത്. പക്ഷെ അപ്പാനി ഇന്നലെ വന്നിട്ടും ഇതുവരെയും ഒന്നും മിണ്ടിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി ബിൻസിയും അപ്പാനിയും തമ്മിൽ പ്ലാൻ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പ്രൊമോയിൽ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും വലതും ഇടതുമായിട്ട് നിന്ന് അനുമോളോട് നീ എന്നാ ഈ പറയുന്ന അനീഷിനെ, അതായത് അനുമോള് അനീഷിനെ പിന്നെ എങ്ങനെയാണ് ചാക്കിലാക്കിയത് എന്നുള്ള ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഓൾറെഡി ശൈത്യ പച്ചയ്ക്ക് പലയിടത്തും വെച്ച് നാറ്റിച്ച കേസാണിത്. അതായത് അനീഷിനെ കണ്ണും കലാശവും കാണിച്ച് അങ്ങനെ ഒരു ഡയലോഗ് പറയാനുള്ള, കണ്ണും കൈയും കാലും കലാശവും ഒക്കെ കാണിച്ചിട്ട് വശീകരിക്കാന്നൊക്കെ, അതേപോലെ അനുമോൾ അവിടെ ചെയ്തിട്ടുണ്ട് എന്ന് പലതവണ ശൈത്യയോടെ പറഞ്ഞു കഴിഞ്ഞു. ബിൻസി ഇത് തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് ബിൻസിയും അപ്പാനിയും സംസാരിക്കുകയാണ്. അപ്പൊ ഉടനെ അനുമോൾ വിട്ടുകൊടുക്കുന്നില്ല. അനുമോൾ പിന്നെ ഒരു കാര്യവും സമ്മതിച്ചു കൊടുക്കില്ല. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ഇരുന്ന് കൈപിടിച്ചുകൊണ്ടിരുന്ന് സംസാരിച്ചില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അക്ബർ കിട്ടിയ അവസരമാണ്. കാരണം അക്ബറും അനുമോളും അനീഷും ഒക്കെയാണ് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിനകത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 ദിവസം കഴിയുമ്പോൾ കപ്പ് ഉയർത്തേണ്ടത് ഇവരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അക്ബർ അതിന് ചുറ്റും നടന്നിട്ട്